ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓട്സ് കൊണ്ട് 3 രുചികളിൽ 3 തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ആദ്യം നമുക്ക് ഏത് ഓട്സ് ആണ് നല്ലതെന്ന് നോക്കാം. ഓട്സിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഏറ്റവും സുലഭമായിട്ട് നമുക്ക് കിട്ടണത് റോൾഡ് ഓട്സും ഇൻസ്റ്റൻറ്റ് ഓട്സുമാണ്. ഇതിൽ റോൾഡ് ഓട്സ് സ്റ്റീം ചെയ്തിട്ട് കുക്കിംഗ് ടൈമൊക്കെ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് റോൾ ചെയ്തിട്ട് എടുക്കണതാണ്. അതുപോലെ ഇത് ലൈറ്റ്ലി പ്രോസസ്ഡ് ആണ്, ചൂയി ടെക്സ്ചറാണ്. വെന്ത് കിട്ടാനായിട്ട് 5 മിനിറ്റ് വരെ സമയമെടുക്കും കേട്ടോ. പക്ഷേ ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണെങ്കിൽ റോൾഡ് ഓട്സിനെ വെച്ച് ഒന്നുകൂടെ പ്രോസസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുക്കിംഗ് ടൈം വളരെ കുറവായിരിക്കും. 2 മിനിറ്റ് മാത്രം മതിയല്ലോ നമുക്ക് ഈ ഇൻസ്റ്റൻറ്റ് ഓട്സൊക്കെ വെന്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ റോൾഡ് ഓട്സ് ആണോ ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണോ കൂടുതൽ ഹെൽത്തി എന്ന് ചോദിച്ചാൽ രണ്ടും ഹെൽത്തി തന്നെയാണ്. പക്ഷേ റോൾഡ് ഓട്സ് ലൈറ്റ്ലി പ്രോസസ്ഡ് ആയതുകൊണ്ട് ഇൻസ്റ്റൻറ്റ് ഓട്സിനെ വെച്ചും കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നതായി റോൾഡ് ഓട്സിനെയും ഇൻസ്റ്റൻറ്റ് ഓട്സിനെ കഴിഞ്ഞും ഒക്കെ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളത് സ്റ്റീൽ കട്ട് ഓട്സ് ആണ്. അത് ഓട്സിനെ ചോപ്പ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. നല്ലോണം ചൂയി ടെക്സ്ചർ ആയിരിക്കും. മാത്രമല്ല വെന്ത് കിട്ടാനായിട്ടൊക്കെ ഒരു 30 മിനിറ്റൊക്കെ സമയമെടുക്കും. ഇത് ഒട്ടും പ്രോസസ്ഡ് അല്ലാത്തത് കൊണ്ടാണ് വെന്ത് കിട്ടാനായിട്ടൊക്കെ ഇത്രയധികം സമയമെടുക്കുന്നത്. അതുപോലെ ഈ ഒരു സ്റ്റീൽ കട്ട് ഓട്സ് ഓൺലൈനായിട്ടൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. എല്ലാ കടകളിലുമൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി നമുക്ക് ഓട്സ് കൊണ്ട് ആദ്യത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഇതുപോലത്തെ ഒരു ഗ്ലാസ് ജാറോ അല്ലെങ്കിൽ ഏതെങ്കിലും സെറാമിക് പാത്രമോ ആണ് എടുക്കേണ്ടത്. സ്റ്റീൽ പാത്രങ്ങൾ കഴിവതും ഒഴിവാക്കണം കേട്ടോ. ഇനി നമുക്ക് എടുക്കേണ്ടത് 3 ടേബിൾ സ്പൂൺ ഓട്സ് ആണ്. ഞാൻ റോൾഡ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ഇൻസ്റ്റൻറ്റ് ഓട്സ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഓട്സ് നമ്മളിതായി എടുത്തിട്ടുള്ള ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ആണ്. ഇത് സബ്ജ സീഡ്സ് അല്ല കേട്ടോ. ഇതിൽ ധാരാളം ഫൈബർ, പ്രോട്ടീൻ, അയൺ, കാൽസ്യം, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതായി ചിയ സീഡ്സ് നമ്മുടെ ഈ ഒരു ഓട്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 80 മില്ലി പാലാണ്. പാലിന് പകരം ആൽമണ്ട് മിൽക്കും ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കണത് നല്ല കട്ട തൈരാണ്. ഞാൻ ഗ്രീക്ക് യോഗേർട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ ഫാറ്റ് കുറവായിരിക്കും, അതുപോലെ പ്രോട്ടീൻ വളരെ കൂടുതലുമായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീക്ക് യോഗേർട്ട് ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കണ കട്ട തൈരില്ലേ, 2 ടേബിൾ സ്പൂൺ അതെടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും പാലും തൈരും ഒക്കെ അല്ലേ ഇങ്ങനെ മിക്സാക്കി കൊടുക്കാമെന്ന്. ഇതിൽ ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയ ഒക്കെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കണത് ഒത്തിരി നല്ലതാണ്. നമ്മളിവിടെ തയ്യാറാക്കണത് ഓവർനൈറ്റ് ഓട്സ് ആണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച ശേഷം 12 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം. രാത്രിയിൽ നമ്മളിത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും ഇത് നന്നായി തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. രാവിലെ ആയപ്പോഴേക്കും ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുള്ള ഓട്സ് ആണ് കേട്ടോ. ഇതിപ്പോൾ നന്നായി തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് ആപ്പിളും ഈന്തപ്പഴവുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് തന്നെ ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഈ സമയം നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർക്കാം. അതുപോലെ നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ തേനും ഒഴിച്ചു കൊടുക്കാവേ. ഞാൻ സാധാരണ ഈ ഒരു രീതിയിലാണ് ഓവർനൈറ്റ് ഓട്സ് തയ്യാറാക്കാറ്. നമ്മൾ മിക്കവാറും ഓട്സ് വെച്ചിട്ട് സ്മൂത്തിയൊക്കെ തയ്യാറാക്കാറില്ലേ, അതിനെ കഴിഞ്ഞും ഒന്നുകൂടെ ഹെൽത്തി ആയിരിക്കും കേട്ടോ ഓവർനൈറ്റ് ഓട്സ് കഴിക്കണത്. ഇതുവരെ ഈ രീതിയിൽ ഓവർനൈറ്റ് ഓട്സൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. ഇതാകുമ്പോൾ ഒന്നുകൂടെ ഹെൽത്തി ആയിരിക്കുമല്ലോ. ഇനി നമുക്ക് ഓട്സ് കൊണ്ടുള്ള രണ്ടാമത്തെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ്. ഇതിന് പകരമായിട്ട് റോൾഡ് ഓട്സ് എടുത്താലും നല്ലത് തന്നെയാണ്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഓട്സൊക്കെ നന്നായിട്ട് റോസ്റ്റായി കഴിഞ്ഞാൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഇതേ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് ചെറുപയർ പരിപ്പാണ്. ഇതും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, 1-2 മിനിറ്റ് മാത്രം മതിയാകും. ഈ ഒരു പാകമായ മതിയേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചെറുപയർ പരിപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചെറുപയർ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളത്തിൽ 15 മിനിറ്റ് നേരം കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഈ ചെറുപയർ പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ടാണ് നമ്മളിത് വെള്ളത്തിൽ കുതിർത്തിയിട്ടെടുക്കണത്. നല്ലപോലെ ഇത് കുതിർന്ന് കഴിഞ്ഞാൽ ഈ എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ. അപ്പോഴേക്കും നമുക്ക് ഈ ചെറുപയർ പരിപ്പൊക്കെ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ കുക്കർ തുറക്കാം. ഇനി ചെറുപയർ പരിപ്പ് ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമ്മളിവിടെ തയ്യാറാക്കണത് ഈ ഓട്സും ചെറുപയറും ഒക്കെ വെച്ചിട്ട് ഓട്സ് പൊങ്കലാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെള്ളമൊക്കെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് തിളയ്ക്കട്ടെ. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും നമ്മളിതാ ഇപ്പോൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയർ പരിപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം 1 മിനിറ്റ് നേരം കൂടെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഈ ഓട്സൊക്കെ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് തണുക്കുമ്പോഴേക്കും ഒന്നും കൂടെ കുറുകി വരും. ഇനി നമ്മുടെ ഈ പൊങ്കലിലേക്കുള്ള കടുകൊക്കെ ഒന്ന് പൊട്ടിച്ച് ചേർക്കാനായിട്ട് ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊക്കെ കുറച്ച് കൂടുതലായിട്ട് ചേർത്തിട്ട് ഈ ഒരു പൊങ്കൽ തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ കഴിക്കാനായിട്ട് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നെയ്യൊക്കെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ ചതച്ചെടുത്തിട്ടുള്ള കുരുമുളകും കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും നമ്മുടെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും 1 ടീസ്പൂൺ ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചിയും കുറച്ച് കശുവണ്ടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മുടെ ഈ ഒരു പൊങ്കലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് ചൂടോടെ കഴിക്കണം കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് അത്ര രസം ഉണ്ടാവില്ല. അതുപോലെ നെയ്യുടെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ ഇത് കഴിക്കണ സമയത്ത് കുറച്ച് നെയ്യും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കഴിക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇത്രേ ഉള്ളൂ ഈ ഓട്സ് പൊങ്കൽ. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. ഇതുവരെ ഇതുപോലെ ഓട്സ് വെച്ചിട്ട് പൊങ്കലൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമ്മുടെ 3ാമത്തെ ഓട്സ് കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിക്കണത്. മുട്ടയുടെ മഞ്ഞക്കരുവൊക്കെ എടുക്കാനായിട്ട് ഇഷ്ടമില്ലെങ്കിൽ എഗ് വൈറ്റ് മാത്രം എടുത്താലും മതി. അതുപോലെ മുട്ടയൊക്കെ കഴിക്കാത്തവരാണെങ്കിൽ ഇതിന് പകരമായിട്ട് 1/4 കപ്പ് കടലമാവിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുത്താലും മതി കേട്ടോ. ഇതായി മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ഓട്സും ചെറിയൊരു സവാള ഇതുപോലെ അരിഞ്ഞെടുത്തതും കുറച്ച് ക്യാപ്സിക്കവും നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും 1 ടീസ്പൂൺ ചതച്ചെടുത്തിട്ടുള്ള കുരുമുളകും കുറച്ച് മല്ലിയിലയും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ക്യാപ്സിക്കവും മല്ലിയിലയൊക്കെ ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഈ സമയം നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്താലും നല്ലത് തന്നെയാണ്. ഇനി ഇത് മൂടി വെച്ച് 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഇത് കുറച്ചും കൂടെ കട്ടിയായിട്ട് വരും. 5 മിനിറ്റ് മാത്രം ഇത് മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഇനി നമ്മുടെ ഓട്സ് ഓംലെറ്റ് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുകയും കൂടെ ചെയ്യണേ. ഇതാ നമ്മളിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഓട്സിൻ്റെയും മുട്ടയുടെയും ആ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിക്കാനായിട്ട് മറന്നു പോവല്ലേ. ഒരു സൈഡായി കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ സൈഡും മൂടി വെച്ച് തന്നെ നല്ല പോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. 2 സൈഡും നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഓട്സ് ഓംലെറ്റ്. ഇതും തയ്യാറാക്കാനായിട്ട് നല്ല എളുപ്പമല്ലേ. അതുപോലെ ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ്. ഇതുവരെ ഓട്സൊക്കെ വെച്ച് ഇങ്ങനെ ഓംലെറ്റൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇതുപോലെയൊന്ന് ചെയ്തു നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്